നമ്മളെല്ലാ നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഇമാമ്, ഖത്തീബ്, മുഅദ്ദിന് ഖുതുബ ഓതുമ്പോൾ ഒരു ഹദീസ് പറയും, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഅ്. വേറൊരു ഹദീസ് പറയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി ഫല്യത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ഒരു ആയത്ത് പറയും. ഏതായത്ത്? നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വിവാഹത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അവൻ വിവാഹം ചെയ്യട്ടെ. ഫഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും ഇൻ യകൂനൂ ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വസിഉൻ അലീം. സ്വർഗത്തുനിന്ന് ആദം വല്ലിപ്പയും ഹവ്വാ ബീവിയും കൂടി തുടങ്ങി വെച്ച ഒരു ഇബാദത്താണ് നിക്കാഹ്. ആദ്യത്തെ നിക്കാഹ് സ്വർഗത്തിലാണ്. ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുമായിരുന്നു ആദ്യത്തെ ഭർത്താവും ആദ്യത്തെ ഭാര്യയും. അവിടെ സ്വർഗത്തിൽ നിന്ന് തുടങ്ങി. ഇനി അവസാനത്തെ നിക്കാഹും സ്വർഗത്തിലാണ് നടക്കാറുള്ളത്. എല്ലാവരും സ്വർഗത്തിലെത്തിയതിനു ശേഷം സ്വർഗത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറെ കല്യാണങ്ങളുണ്ട്. തങ്ങളും ആയിഷ ബീവിയും തമ്മിലുള്ള നിക്കാഹുണ്ട് സ്വർഗത്തിലെ. യൂസുഫ് നബി അലൈഹിസ്സലാമും സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള നിക്കാഹുണ്ട്. ഇങ്ങനെ പ്രസിദ്ധമായ കുറെ കല്യാണങ്ങൾ സ്വർഗത്തിൽ നടക്കാണ്ട്. അതിന്റെ ഇടയിൽ ഭൂമിയിൽ കുറെ വിവാഹങ്ങൾ, ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരുപാട് നിക്കാഹുകൾ നടന്നുപോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ വിവാഹം ചെയ്തത് ചരിത്രത്തിൽ രേഖയുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറാ ബീവിയെയും ഹാജറ ബീവിയെയും വിവാഹം ചെയ്തത് ചരിത്രത്തിൽ രേഖയുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവി റളിയല്ലാഹു അൻഹയെ രാജാധികാരത്തിന് ശേഷം വിവാഹം ചെയ്തതായി ചരിത്രത്തിൽ രേഖയുണ്ട്. ഇങ്ങനെ ഭൂമിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട വിവാഹങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. പരിശുദ്ധമായ ശരീഅത്തിലെ, ഇസ്ലാമിക ശരീഅത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. ദീനിന്റെ 2/3 പൂർത്തിയാക്കുന്ന ഇബാദത്താണ് എന്ന് ഒരു ഹദീസിലുണ്ട്. ദീനിന്റെ പകുതി പൂർത്തിയാക്കുന്ന ഇബാദത്താണ് എന്ന് വേറൊരു ഹദീസിലുണ്ട്. ഇതിന്റെ ബാക്കി, ദീനിന്റെ പകുതി നിക്കാഹാണ്, അതിന്റെ ബാക്കി തഖ്വയാണെന്നാണ് ഹദീസിൽ പറഞ്ഞത്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് ഇസ്തക്മല നിസ്ബദ്ദീൻ ഫൽയത്തഖില്ലാഹ ഫിന്നിസ്ബിൽ ബാഖി. ഒരാള് ആർക്കെങ്കിലും നിക്കാഹ് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ നിക്കാഹ് ചെയ്യട്ടെ. അവൻ ദീനിന്റെ പകുതിയെ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള പകുതിയിൽ അവൻ അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കട്ടെ. അപ്പൊ പകുതി നിക്കാഹാണ്, അതിന്റെ ബാക്കിയുള്ള പകുതി തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കലുമാണ്. ദീനിന്റെ പകുതി കിട്ടും വിവാഹം ചെയ്താൽ നടത്താം. ശരിക്ക് പകുതി തഖ്വയാണെങ്കിൽ ബാക്കി പകുതി ആകേണ്ടിയിരുന്നത് ഈമാനായിരുന്നു. ശ്രദ്ധിക്കാൻ കഴിയുന്നവർ ശ്രദ്ധിക്കാം. പകുതി തഖ്വയാണല്ലോ. നമ്മളെല്ലാ കല്യാണത്തിന്റെ ക്ലാസ്സിൽ ചെന്നാലും ഈ ഹദീസ് കേൾക്കും. ഒരാള് കല്യാണം കഴിച്ചാൽ ദീനിന്റെ പകുതി പൂർത്തിയാക്കി,
ബാക്കി പകുതി അള്ളാഹ് തഖ്വ ചെയ്യട്ടെ. അപ്പൊ രണ്ടാമത്തെ പകുതി തഖ്വയാണെങ്കിൽ ആദ്യത്തെ പകുതി ആകേണ്ടിയിരുന്നത് ഈമാനായിരുന്നു. കാരണം ലില്ലദീന ആമനു വക്കാനു യത്തഖൂൻ എന്നാണ്. ഈമാനുള്ളവരോടാണ് മുത്തഖീങ്ങളാവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ പകുതി ആവേണ്ടിയിരുന്നത് ഈമാനാണ്. ആ ഈമാനിന്റെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ നിക്കാഹിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, നിക്കാഹ് കൊണ്ട് ഈമാനിന്റെ വർധനവാണ് ഉണ്ടാവേണ്ടത്. ഉള്ള ഈമാൻ നഷ്ടപ്പെടലല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രായമായവർ ഈ സദസ്സിലുണ്ട്, യുവാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, യുവതികളുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവരെയും കൂടിയും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടത്. ഇന്നിപ്പോ പത്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഷയമാണ് ചാടിപ്പോയി. ഒരു ദിവസം നേരം വെളുക്കുമ്പോത്തിന് ആരും ആരെ കൂടെയും ചാടിപ്പോകൊന്നുമില്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ചാടിപ്പോക്ക് നടക്കുന്നത്. എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കണം, എല്ലാ കുട്ടികളും മനസ്സിലാക്കണം ഈ കാര്യം. 5 ഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചാടിപ്പോക്ക് എന്നാണ്. 3 തരത്തിൽ ലോകത്ത് കല്യാണം നടക്കുന്നുണ്ട്, നിക്കാഹ് നടക്കുന്നുണ്ട്. 3 തരത്തില് നിക്കാഹ് നോക്കേണ്ട എല്ലാ കല്യാണങ്ങളും 3 തരത്തിലാണുള്ളത്. ഒന്ന് സാധാരണ നോർമൽ കല്യാണം, മാരേജ് എന്ന് പറയും കല്യാണം. രണ്ടാമത്തൊരു കല്യാണമുണ്ട് അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയുന്ന, പ്രണയത്തിനു ശേഷം പിന്നെ വാപ്പിയമ്മയൊക്കെ അറിഞ്ഞ് നഞ്ഞു കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചുണ്ടാവുന്ന കല്യാണം. ഇതിനെയാണ് അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തൊരു കല്യാണമുണ്ട്, അത് ലവ് മാരേജ് എന്ന് പറഞ്ഞതാണ്. പ്രണയിച്ചു, ആരും സമ്മതിച്ചില്ല, അവസാനം രജിസ്റ്റർ വിവാഹം നടന്നു, ഓര് പോയി സ്പീഡിൽ വരുന്ന ട്രെയിനിന്റെ ഇടയ്ക്ക് ചാടിയിട്ട് തലവെച്ച് അവസാനിച്ചു. അതാണ് ലവ് മാരേജ്. ഇങ്ങനെ ലോകത്ത് 3 കല്യാണം. ഏത് കുട്ടിനോട് ചോദിച്ചാലും മോനെ ഇതിൽ ഏറ്റവും നല്ല കല്യാണം ഏതാന്ന് ചോദിച്ചാലും മാരേജ് ആണ് എന്ന് പറയും. വാപ്പിയമ്മയൊക്കെ പോയി നോക്കിയിട്ട് ഓർക്ക് പറ്റി, പിന്നെ പുതിയാപ്പിള പോയി നോക്കി ഓനും പറ്റി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റി കണ്ട്, കുടുംബം പറ്റി, തറവാട് പറ്റി, പെര പറ്റി, സൗന്ദര്യം പറ്റി, ദീന് പറ്റി, അങ്ങനെയൊക്കെ പറ്റിയിട്ട് നടത്തുന്ന കല്യാണാണ് നല്ലത് എന്നാരും പറയും. അത് തർക്കമില്ലാത്ത വിഷയമാണ്. തർക്കമുള്ളത് എവിടെ വെച്ചാല് ട്രെയിനിന് തല വെക്കണ അതേതായാലും വേണ്ടെന്നും എല്ലാരും പറയും. ട്രെയിനിന് തല ഏതായാലും വെക്കണ്ട അതും എല്ലാരും പറയും. നടുക്കൊരു സാധനം ഉണ്ടായിമേണ് ഈ പ്രശ്നം നടക്കുന്നത്. അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് പറഞ്ഞ ഇമേണ് സംഗതി നടക്കുന്നത്. സ്കൂളിൽ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു രോഗിയായി വാപ്പിയമ്മയൊക്കെ അറിഞ്ഞാല് ആദ്യമൊക്കെ എതിർത്താലും പിന്നെ അവസാനം മൂല കെട്ടിച്ചു തന്നേക്കാം എന്ന നേരിയ ഒരു പ്രതീക്ഷ അങ്ങനെ നിലനിർത്തിയിട്ട് ഇങ്ങനെ അതിനിടക്ക് പറ്റുന്ന ചില വർത്താനൊക്കെ വാപ്പിയമ്മയും പറയും. കുടുംബമൊക്കെ പറ്റുകയാണെങ്കിൽ നോക്കാറുന്നു ഇടക്ക് പറയും. അപ്പൊ കുട്ടി എന്ത് മനസ്സിലാക്കി? കുടുംബം പറ്റാത്തതാണ് പ്രശ്നം, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് ഇടക്കിടക്ക് ഓരോ വർത്താനങ്ങളൊക്കെ പറയും. അത് ഞമ്മക്ക് തീരെ യോജിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. തറവാട് കൊണ്ട് ഒരിക്കലും ഒക്കണില്ല, അല്ലെങ്കിൽ ദൂരെയാണ്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെയാണ് പറയാ. അപ്പൊ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ദൂരമായി എന്നതേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ എന്റെ വാപ്പക്കൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്റെ ഉമ്മക്കൊരു കുഴപ്പമില്ല എന്നാണ് അവരെത്തുന്നൊരു തീരുമാനം. സ്വാഭാവികമായിട്ടും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കും. കാരണം ആദ്യമൊക്കെ കുറെ എതിർപ്പുണ്ടായാലും പിന്നെ നടന്നേക്കാം എന്ന് തോന്നും. അറേഞ്ച്ഡ് ലവ് മാരേജിന് എന്താ പ്രശ്നം? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അറേഞ്ച്ഡ് ലവ് മാരേജിന് വലിയൊരു പ്രശ്നമുണ്ട്.
ഞാനൊരു ഉദാഹരണം പറയുന്നത്, ഒരാള് കുറേ ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, അത് മുഴുവൻ വിറ്റ് പൈസ ഇട്ടിട്ട് അയാൾ പലിശ കൊണ്ടു. ഭയങ്കര ബിസിനസ്, പലിശയാണ് ഇടപാട്. അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും ഇടപാട്. ഒരാൾ കള്ളുചാപ്പ് നടത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി, സിനിമകൾ നടത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി. കുറെ പൈസക്ക് ആയതിനു ശേഷം മൂപ്പർ തീരുമാനിച്ചു എല്ലാ കൊല്ലവും ഈ പൈസ കൊണ്ട് ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക, കുറെ ആൾക്ക് സ്വതക്കൊക്കെ കൊടുക്കുക. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരും പറയും ഒരു കാര്യമില്ലാത്തതുകൊണ്ട്, കാരണം ഓ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടും പലിശന്റെ പൈസയൊക്കെ കൂടിയാണ് എന്ന് പറയും. എന്താ വിഷയം? ഹറാമിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കില്ല എന്നതാണ് പ്രശ്നം. അറേഞ്ച് ലവ് മാരേജിന്റെ പ്രശ്നം എന്താ? പാപ്പിമൊക്കെ സമ്മതിച്ചാലും തുടങ്ങിയത് ഹറാമിലല്ലേ? ആദ്യം ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടത് ഹറാമല്ലേ? പിന്നെ ഫോൺ ചെയ്തത് ഹറാമല്ലേ? പിന്നെ ടൂർ പോയപ്പോ അടുത്ത് ഇരുന്നത് ഹറാമല്ലേ? കാണാൻ വേണ്ടി പിന്നെ പോയി നിന്നത് ഹറാമല്ലേ? 5-6 കൊല്ലായിട്ട് ഹറാമിലല്ലേ ഉള്ളത്? ഹറാമിൽ തുടങ്ങിയത് ഖൈറിൽ അവസാനിക്കൂല എന്നതാണ് അറേഞ്ച്ഡ് ലവ് മാരേജിന്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ 99.5% പ്രണയ വിവാഹങ്ങളും പരാജയത്തിലാണ്.